ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാണ്. കാച്ചിൽ കൊണ്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കാച്ചിൽ കൊണ്ടുള്ള ഈ നാടൻ കറി. കാച്ചിൽ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഒരു കഷ്ണം കാച്ചിലെ തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. കാച്ചിൽ അരിഞ്ഞെടുക്കുമ്പോൾ ഈ വെള്ള കളർ മാറി വേറൊരു കളറാകും. അങ്ങനെ കളർ മാറാതിരിക്കാനായിട്ട് അരിയുമ്പോൾ തന്നെ ഇത് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാച്ചിലിൻ്റെ ആ വെള്ള കളർ മാറാതെ കിട്ടും. കാച്ചിലെല്ലാം കഴുകി നല്ലവണ്ണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി വെക്കാം. നാടൻ കറി ആയതുകൊണ്ട് ഞാനിതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അരിഞ്ഞെടുത്തിരിക്കുന്ന കാച്ചിലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും 5-6 കഷ്ണം ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം. കുക്കറിലാണെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. 2-3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വെന്ത് വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കാച്ചിൽ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇത് അരച്ചെടുക്കണം. കാച്ചിൽ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി ഇത് തവി കൊണ്ടൊന്ന് ഇളക്കി നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഉടച്ചു കൊടുക്കണ്ട, കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുകയും വേണേ. കറിക്ക് കൊഴുപ്പ് കിട്ടാനും കൂടിയാണ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. കഷ്ണങ്ങളെല്ലാം കുറച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാച്ചിൽ കറി ആയതുകൊണ്ട് ഇത് ഇരിക്കും തോറും കുറുകി വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കറി തിളച്ച് വന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചാറെല്ലാം ആവശ്യമായ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ചോറിന് കറിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചാറ് വേണം. അതേസമയം കഞ്ഞിക്കാണെങ്കിൽ കുറച്ചും കൂടെ കുറുകിയിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചോറിന് കറിയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കുറുകി പോകാതെ ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ എടുക്കുകയാണ്. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ചട്ടി മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം മൂപ്പിച്ചെടുക്കേണ്ട. ഒരു പകുതി ഭാഗം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിയെല്ലാം ഈ ഒരു രീതിയിൽ മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര നല്ലവണ്ണം വറുത്തെടുക്കണം. എരിശ്ശേരിക്കൊക്കെ നമ്മൾ തേങ്ങാപ്പീര വറുത്ത് ചേർക്കുമല്ലോ, അതുപോലെ വറുത്തെടുക്കണം. തേങ്ങാപ്പീര മൂത്ത് വരുമ്പോൾ ഈ കൂട്ടത്തിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നുകൊള്ളും. തേങ്ങാപ്പീരയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കറി സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാനാണ്. കാച്ചിൽ കറിയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം ചേർത്ത് കൊടുക്കാം. താളിച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കാച്ചിൽ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കാച്ചിൽ കൊണ്ട് കറി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കാച്ചിൽ കറി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thanks for watching.